ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. എന്നാൽ കേരള റിലീസ് വിതരണക്കാർക്ക് കനത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. 300ഓളം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം അത്രയും തിയേറ്ററുകളിൽ ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയയാണ് എക്കാലത്തെയും ഉയർന്ന തുകയ്ക്ക് ബാഹുബലിയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്രയും തിയേറ്ററുകൾ ബാഹുബലിക്ക് നൽകിയാൽ മലയാള ചിത്രങ്ങൾക്ക് ഭീഷണിയാകും എന്നതാണ് കാരണം. ബാഹുബലിയുടെ വൈഡ് റിലീസ് ഏറ്റവും അധികം വെല്ലുവിളിയാകും മമ്മൂട്ടിക്കാണ്. തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടുന്ന ദ ഗ്രേറ്റ് ഫാദറും പുത്തൻ പടവും പ്രതിസന്ധിയിലാകും. 100 കോടി ക്ലബ്ബ് ലക്ഷ്യമിട്ട് കുതിക്കുന്ന ദ ഗ്രേറ്റ് ഫാദറിനാകും ഏറ്റവും ക്ഷീണം. 300 തിയേറ്ററിൽ ബാഹുബലിയുടെ കൺക്ലൂഷൻ റിലീസിന് എത്തുമെന്നായിരുന്നു വിവരം. എന്നാൽ 150 തിയേറ്ററുകളെ ചിത്രത്തിന് ലഭിക്കൂ എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൂടുതൽ തിയേറ്ററുകൾ ലഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയാണ് ബാഹുബലി ടീം. തിയേറ്ററുകളുടെ സംഘടനയുടെ ദിലീപൻ ആയതിനാൽ സംഘടനയുടെ തീരുമാനത്തിന് ആനുകൂല്യം മമ്മൂട്ടിക്കായിരിക്കുമെന്നാണ് നിഗമനം. തിയേറ്ററുകളെ എണ്ണം കുറയ്ക്കാനുള്ള സംഘാടന തീരുമാനത്തിൽ അനുകൂല നിലപാട് നേടിയെടുക്കാൻ മമ്മൂട്ടിക്കാകും. നിലവിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വൈഡ് റിലീസ് ബാഹുബലിക്ക് ലഭിക്കണമെങ്കിൽ മമ്മൂട്ടി കനിയണം. മമ്മൂട്ടിയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിലവിൽ ബാഹുബലിയുടെ റിലീസ് ഇരിക്കുന്നത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ദിന കളക്ഷനിൽ കബാലിയുടെ റെക്കോർഡ് തകർത്തത് ഗ്രേറ്റ് ഫാദർ ആ നേട്ടം സ്വന്തമാക്കിയിട്ട് ദിവസം 25 കഴിഞ്ഞതേയുള്ളൂ. പ്രതീക്ഷിക്കുന്നത് പോലെ 300-ലധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്താൽ ഗ്രേറ്റ് ഫാദറിൻ്റെ റെക്കോർഡ് ബാഹുബലി മറികടക്കും. 4 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ബാഹുബലി. 2015 ജൂലൈ 10-നായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. രണ്ടാം ഭാഗം ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററിലെത്തും. മറ്റൊരു ചിത്രത്തിലും അഭിനയിക്കാതെ 4 വർഷമാണ് ചിത്രത്തിലെ നായകനായ പ്രഭാസ് നീക്കിവെച്ചത്. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. 2 വർഷത്തിനു ശേഷം പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാതെ നോക്കുവാൻ ആദ്യ ഭാഗത്തിൻ്റെ ക്ലൈമാക്സിൽ വരുത്തിയ ആ ട്വിസ്റ്റിലൂടെ സാധിച്ചു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.